DMKയെ കടന്നാക്രമിച്ച് തമിഴക വെട്രിക്കഴകം പ്രസിഡന്റും നടനുമായ വിജയ്. വികസന വിഷയങ്ങളിൽ DMKയ്ക്ക് ഇരട്ട നയം. തന്നെ ഏകനാപുരത്തേക്ക് കടക്കാൻ പോലീസ് അനുവദിച്ചില്ലെന്നും വിജയ് കുറ്റപ്പെടുത്തി. പരന്തൂർ വിമാനത്താവളത്തിനെതിരെ സമരം ചെയ്യുന്നവരെ സന്ദർശിക്കവെയായിരുന്നു വിജയയുടെ വിമർശനം. നമ്മൾ ஆண்டுகிட்டு இருக்கிற ஒன்றிய அரசுக்கும் மாநில அரசுக்கும் நான் சொல்லணும்னு நினைக்கிறேன். நான் இங்க வளர்ச்சிக்கு எதிரானவெல்லாம் கிடையாது. ஏர்போர்ட்டே வரக்கூடாதுன்னு நான் சொல்லல. இந்த இடத்துல வரக்கூடாதுன்னு நான் சொல்றேன். எதிர்கட்சியா இருக்கும் போது விவசாயிகளுக்கு ஆதரவு, ஆளுங்கட்சியா இருக்கும் போது விவசாயிகளுக்கு எதிர்ப்பா? இது எனக்கு புரியலையே. உங்களோட இந்த விமான நிலையத்துக்காக நீங்க ஆய்வு செஞ்ச இடத்தை மறு ஆய்வு செய்யணும்னு ஒன்றிய அரசுக்கும் மாநில அரசுக்கும் நான் கேட்டுக்கிறேன். விவசாய நிலங்கள் இல்லாத இந்த பாதிப்புகள் குறைவா இருக்கிற இடங்களா பார்த்து உங்களுடைய விமான நிலையத்தை கொண்டு வாங்க. வளர்ச்சி தான் மக்களை முன்னேற்றம். ஆனா அந்த வளர்ச்சின்ற பேர்ல நடக்கிற அழிவு மக்களை ரொம்பவே பாதிக்கும். ചെന്നൈയിൽ നിന്ന് മുഹമ്മദ് റഹീസ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. അതിനിർണായകമായൊരു നീക്കമാണ് TVK അധ്യക്ഷൻ വിജയ് നടത്തിയിരിക്കുന്നത്. പരന്തൂരിൽ 910 ദിവസമായി വിമാനത്താവള പദ്ധതിക്കെതിരെ സമരം നടത്തിയവർക്ക് ഐക്യദാർഢ്യവുമായി അദ്ദേഹം ഇന്നിവിടേക്ക് എത്തുകയുണ്ടായി. ഏതാണ്ട് ഒരു 12:30 വിജയ് ഇവിടേക്ക് എത്തുന്നത്. തുറന്ന വാഹനത്തിലെത്തിയ വിജയ് ഇവിടെ കൂടിയ ജനങ്ങളെയൊക്കെയും അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. അതിലേറ്റവും പ്രധാനമായി അദ്ദേഹം DMK കടന്നാക്രമിക്കുകയാണ് ചെയ്തത്. DMK സർക്കാരിന് ഈ പദ്ധതിയുടെ പിന്നിൽ മറ്റെന്തോ ലക്ഷ്യമുണ്ട് എന്നാണ് വിജയ് പറയുന്നത്. ഇത്രയധികം കൃഷിഭൂമി നഷ്ടപ്പെടുന്ന ഏതാണ്ട് 1200 ഹെക്ടറിലധികം കൃഷിഭൂമി നഷ്ടപ്പെടുന്ന ഒരു പദ്ധതിയാണ് പരന്തൂർ എയർപോർട്ടുമായി ബന്ധപ്പെട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്രയും ഭൂമി നഷ്ടപ്പെടുത്തിക്കൊണ്ടൊരു പദ്ധതി ഇവിടെ നടപ്പിലാകില്ല എന്ന് കൂടി പ്രഖ്യാപിച്ചുകൊണ്ടാണ് വിജയ് മടങ്ങുന്നത്. അതിൽ TMKക്കെതിരെ അതിരൂക്ഷ വിമർശനം, അതായത് ഏറ്റവും പ്രധാനം നേരത്തെ ടങ്സ്റ്റൺ പദ്ധതിക്കെതിരെ, കേന്ദ്ര സർക്കാരിൻ്റെ ടങ്സ്റ്റൺ പദ്ധതിക്കെതിരെ ജനങ്ങൾക്കൊപ്പം നിന്ന് സമരം ചെയ്യുകയാണെന്ന് DMK അറിയിച്ചു. അത് കേന്ദ്രത്തിലേക്ക് വരുമ്പോൾ വികസന നയങ്ങളിൽ ഒരു നയം, അല്ലാതെ വരുമ്പോൾ മറ്റൊരു നയം, മറ്റൊരു നിലപാട് എന്ന രീതിയിൽ തന്നെ DMKയുടെ നയത്തിനെതിരെ തന്നെ വിജയ് കടന്നാക്രമണമാണ് നടത്തിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഇത്തരത്തിൽ ഒരു ജനങ്ങൾക്കുണ്ടാകുന്ന ഒരു പ്രശ്നം, അതിനെ അഡ്രസ്സ് ചെയ്യാൻ ഇത്ര ദിവസങ്ങളായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് വിജയ് പറഞ്ഞു വെക്കുന്നുണ്ട്. ഇത്രയും ജനങ്ങളുടെ കൃഷിയിടത്തിനെ ഒക്കെ ബാധിക്കുന്ന വിഷയം അത് സർക്കാർ വേണ്ട രീതിയിൽ കൈക്കൊണ്ടില്ല എന്നുള്ള ആക്ഷേപം വിജയുടെ പ്രസംഗത്തിൽ ഉടനീളം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ നിലനിൽക്കുന്ന ഒരു പോലീസ് രാജ് എന്ന തരത്തിലുള്ള പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അത് പ്രധാനമായും വിജയ്ക്ക് ഇവിടെ ഏകനാപുരത്തെ എത്തി അവിടുത്തെ ജനങ്ങളെ കാണാൻ അനുമതി നൽകിയിരുന്നില്ല, മറിച്ച് ഇത്തരത്തിലൊരു ഓഡിറ്റോറിയത്തിൽ എത്താനാണ് അനുമതി നൽകിയത്. അപ്പോൾ അതിനെതിരെയും വിജയ് കടന്നാക്രമിച്ചു. ഒപ്പം കഴിഞ്ഞ ഈ ഒരു അണ്ണാ യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിനിയുടെ പീഡനവുമായി ബന്ധപ്പെട്ട് വിജയ് ഒരു കുറിപ്പിറക്കിയിരുന്നു. അത് വിതരണം ചെയ്ത TVK പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും ചെയ്തു. ആ കേസെടുത്തതിനെതിരെയും എന്താണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്ന തരത്തിൽ ക്രമസമാധാന പ്രശ്നമുണ്ട്, ഒപ്പം തന്നെ ഇത്തരത്തിൽ പോലീസ് രാജ് ഉണ്ട് എന്ന തരത്തിൽ ഒരു വലിയ ആക്രമണം നടത്തിയാണ് വിജയ് മടങ്ങുന്നത്. എന്തായാലും ഇനിയും ഏകനാപുരത്ത് എത്തുമെന്ന് വിജയ് ഉറപ്പിച്ചു പറയുന്നു. ആളുകളുടെ പ്രശ്നത്തിനൊപ്പം ഉണ്ടാകുമെന്ന് വിജയ് പറയുന്നു. അതിലൊക്കെ ഇവിടുത്തെ ആളുകൾക്ക് ഒരുപാട് ആത്മവിശ്വാസവും പ്രതീക്ഷയും ഒക്കെ ഉണ്ടായിരിക്കുകയുമാണ്. ഏറ്റവും പ്രധാനമായി രാഷ്ട്രീയമായി നോക്കുകയാണെങ്കിൽ താൻ ഒരു സോഷ്യൽ മീഡിയ നേതാവല്ല, താൻ ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി ഇറങ്ങുന്ന നേതാവാണ്. ഇനി തെരഞ്ഞെടുപ്പിന് 1 വർഷം ബാക്കി നിൽക്കെ താൻ ഇനി നിരന്തരം ഫീൽഡിൽ ഉണ്ടാകും എന്നുള്ളൊരു സന്ദേശം വിജയ് നൽകുന്നുണ്ട്. അത് മറ്റുള്ള പാർട്ടികൾക്ക് മുന്നറിയിപ്പാണ്. ഒപ്പം ഇവിടെ കൂടിയ ജനങ്ങളും വിജയ്ക്ക് പ്രതീക്ഷയാണ്, മറ്റുള്ളവർക്ക് കൃത്യമായിട്ടുള്ളൊരു മുന്നറിയിപ്പ് കൂടിയാണ്. വിജയ് അടിമുടി ഒരു രാഷ്ട്രീയക്കാരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് അദ്ദേഹത്തിന്റെ ആ പ്രസംഗത്തിൽ നിന്ന് തന്നെ വ്യക്തമാണ്. അംഗചലനങ്ങളൊക്കെ മാറിയിരിക്കുന്നു അല്ലേ?